എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ LD ക്ലർക്കിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാം 150ഓളം ക്വസ്റ്റ്യൻ പേപ്പർ GK നമ്മളുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഹരിശ്രീ PSC എന്നുള്ള ചാനലിൽ പോയി നോക്കുക. ഇംഗ്ലീഷും മലയാളവുമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 100ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കി പഠിച്ചാൽ നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. മാത്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിലെ 2016 മുതലുള്ള 16നേക്കാട്ടും മുന്നേ തൊട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് അതിൽ വർക്ക്ഡ് ഔട്ട് ആണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിനകം നിങ്ങൾക്കത് കിട്ടുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് ബിൽ സമരം ഗുജറാത്ത്. ഏതാണ് ആൻസർ? സി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ എന്നുള്ളതും അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഏതാണ് തെറ്റായത്? ആൻസർ എ ആണ് അല്ലെ? കാരണം തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയല്ല. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. 1.25 കോടി മലയാളികൾ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? കേസരി, ബാലഗംഗാധര തിലകൻ, യങ് ഇന്ത്യ, ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. ശരിയായ ബന്ധമാണ് ചോദിക്കുന്നത്. അത് കറക്റ്റായി നിങ്ങൾ വായിക്കണം. ശരിയാണോ തെറ്റാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് കേട്ടോ. ആൻസർ ബി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? എനിക്ക് ശേഷം പ്രളയം ലൂയി 15-മൻ, ഞാനാണ് രാഷ്ട്രം ലൂയി 14-മൻ, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ. തെറ്റായത് ഏതാണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നുള്ളത് വോൾട്ടയർ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? അത് നടന്നു കഴിഞ്ഞു അല്ലെ? അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ചൈനയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ആൻസർ ബി ഇൽമനൈറ്റ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ വിഷുവം സാധിക്കുന്നത് ഏതു മാസത്തിലാണ്? ആൻസർ എ സെപ്റ്റംബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ആൻസർ ഡി ഉത്തരാഖണ്ഡ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. ആൻസർ സി ഹൈവേ. സതീഷ് ധവൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ സി ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ആൻസർ എ PSLV. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ 12-ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ആൻസർ സി ആണ്. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതേത്? ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനവും അഭൂതപൂർവമായി വർദ്ധിച്ചു. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു.
അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഏതാണ് ബന്ധമില്ലാത്തത്? ഒന്നു മാത്രമാണ് ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, G20 ഉച്ചകോടി 2023 ആയി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഏത്? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. വസുദൈവ കുടുംബകം എന്ന മുദ്രാവാക്യമായിരുന്നു. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ കാനേഷുമാരി സെൻസസ് തുടങ്ങിയ വർഷം? ആൻസർ ബി 1881. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചരക്ക് സേവന നികുതി GST എന്നാൽ എന്താണ്? പരോക്ഷ നികുതി മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? ആൻസർ ബി റോവിംഗ്, ചെസ്, ഗോൾഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏതു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ആൻസർ സി ക്യാബിനറ്റ് മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമേത്? ആൻസർ ബി ഇന്ത്യ വിൻസ് ഫ്രീഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ബന്ധപ്പെട്ടവയാണ് കണ്ടെത്തേണ്ടത്. ഏതൊക്കെയാണ്? 1, 3, 4 ആണ്. ഇതിന് കോടതിയെ സമീപിക്കാവുന്നതല്ല അല്ലേ? അപ്പൊ അത് കാരണം ഇത് മാത്രം ഒഴിവാക്കുക. ബാക്കി 3 എണ്ണമാണ് ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ആൻസർ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? ആൻസർ ഡി ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തിരഞ്ഞെടുപ്പ്. ഏതാണത്? 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിങ്കളി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ ദേശീയ പതാക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ സി സ്നേഹ സ്വാന്തനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള
കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിലെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കുവാനും ഉപദേശിക്കുവാണ് മന്ത്രിസഭ. തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ആൻസർ എന്താണ് വരിക? പ്രസ്താവന 3 തെറ്റാണ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ ആണ്. എ ഷാജഹാൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആൻസർ ബി ആണ്. ഫെബ്രുവരി 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്, കേന്ദ്ര ഗവൺമെന്റിനു മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ആൻസർ എ ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല? ആൻസർ എ ആണ്. കണ്ണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി? ആൻസർ ബി. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ആൻസർ എ. ഓക്സിറ്റോസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കർണപടത്തിന്റെ ഇരുവശങ്ങളെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? ആൻസർ ബി. യൂസ്റ്റേഷ്യൻ നാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളേവ? ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. ജപ്പാനാണ് IUCNന്റെ ആസ്ഥാനം. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ആൻസർ സി ആണ്. 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ആൻസർ സി. എയ്ഡ്സ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? ആൻസർ ഡി. പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളേവ? സിക്കിൾ സെൽ അനീമിയ, ഹിമോഫീലിയ, ഡിഫ്തീരിയ, സിലിക്കോസിസ്. ആൻസർ എ ആണ്. 1, 2 ആണ്. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതു ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ആൻസർ ഡി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായിലൂടെ വലിച്ചെടുക്കുവാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം? ആൻസർ ബി. ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും? ആൻസർ ബി ആണ്. എങ്ങനെയാണ്? വക്രതാ ദൂരത്തിന്റെ പകുതിയാണ് ഫോക്കൽ ദൂരം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഡാഷ് ആയിരിക്കും? ആൻസർ ഡി ആണ്. 4:1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്?
ആൻസർ സി അൾട്രാവയലറ്റ് തരംഗങ്ങൾ. ചന്ദ്രയാൻ 3യിലെ വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏത് ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? ആൻസർ സി 14 ഭൗമ ദിനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം പുരസ്കാരം പ്രഖ്യാപിച്ചത്? ആൻസർ എ ഇലക്ട്രോ ഡൈനാമിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രവമാക്കുവാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? ആൻസർ സി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന അക്വ റീജിയയിൽ അടങ്ങിയിട്ടുള്ളത്? ആൻസർ ഡി HCl HNO3. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്? ആൻസർ എ ഏകാത്മക മിശ്രിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏതു മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? ആൻസർ എ ക്വാണ്ടം ഡോട്ടുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം? ആൻസർ എ CaO. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏത്? ആൻസർ എ അലിംഗം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ്? ആൻസർ ഡി ഹർമൻപ്രീത് കൗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെയുണ്ടു ഞാൻ എന്നറിയുന്നുവ മധുരം ഒരു കൂവൽ മാത്രം മതി. ആരുടെ വരികളാണിവ? ആൻസർ സി PP രാമചന്ദ്രൻ. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ആൻസർ എ BNCAP. ശരിയായി ജോഡി കണ്ടെത്തുക. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ, വള്ളത്തോൾ, മാർക്ക് ട്വൈൻ. ശരിയായ ജോഡി ആൻസർ ഡി ആണ്. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആരെ? ആൻസർ ഡി ഐമനം കൃഷ്ണ കൈമാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിയുള്ള ഉപകരണമാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏതു കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. ആൻസർ ബി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി? ആൻസർ ഡി 2000 ഒക്ടോബർ 17. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം? അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക. ലിനക്സ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആപ്പിൾ മാക്സ്, OS X. ആൻസർ എ ആണ്. ലിനക്സ് എന്നുള്ളത് എന്തുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? EXT4 എന്നുള്ളതായിട്ട്. പിന്നെന്താണ്?
മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്നുള്ളത് NTFS. പിന്നെന്താണ് ആപ്പിൾ മാക്സ് OS എന്നുള്ളത് എന്താണ് HPFS. A എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ്. ആൻസർ ഡി, റിലയൻസ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം. ആൻസർ ഡി, ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയുക? ആൻസർ സി, ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? വായിച്ചു നോക്കുക. ആൻസർ ഡി ആണ്. ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യുവാനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2005 ഗാർഹിക അതിക്രമ നിയമങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു? ആൻസർ സി, കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏതു വ്യവസ്ഥയിലാണ്? ആൻസർ ഡി ആണ്. മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശിയായി സ്വീകരിക്കുകയോ ചെയ്താൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുവാനുള്ള ശിക്ഷ എന്താണ്? ആൻസർ ബി, 3 വർഷത്തിൽ കൂടാത്ത തടവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? ആൻസർ ബി, ആർട്ടിക്കിൾ 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ? ആൻസർ എ, ജയന്തി പട്നായിക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.